ഇന്നത്തെ പുതിയ സബ്ജക്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. നമുക്ക് എങ്ങനെ ആൾട്ടോ, മാരുതി, അതേ കണക്ക് സ്വിഫ്റ്റ്, ജിപ്സി, ബലേനോ, അംബാസഡർ അങ്ങനെയുള്ള എല്ലാ വണ്ടിയിലും പവർ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു സർക്യൂട്ടിൻ്റെ ആവശ്യമുണ്ട്. സർക്യൂട്ട് എന്ന് വെച്ചാൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോഡ്യൂൾ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് നമുക്ക് 2 ഡേറ്റകളാണ് വേണ്ടത്. ഒരു പ്ലസും മൈനസും, 2 പ്ലസും 1 മൈനസും വേണം. അത് കൂടാണ്ട് തന്നെ നമുക്ക് 2 ഡേറ്റയും കൂടെ വേണം. ഒരു ഡേറ്റ നമുക്ക് സ്പീഡോമീറ്ററിൽ നിന്ന് കിട്ടും, ഒരു ഡേറ്റ നമുക്ക് എഞ്ചിൻ RPM എന്നാണ് കിട്ടുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് എങ്ങനെ കിട്ടുന്നു? ആക്ച്വലി എഞ്ചിൻ RPM എല്ലാ വണ്ടികളിൽ നിന്ന് ഡയറക്റ്റ് കിട്ടത്തില്ല, ഒരു ഫിൽറ്റേഡ് കണക്ഷൻ കിട്ടത്തില്ല. അപ്പം കിട്ടുന്ന വണ്ടികളിൽ ഓക്കെ ഫൈൻ, നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. കിട്ടാത്ത വണ്ടികളാണ് മാർക്കറ്റിൽ കൂടുതലുള്ളത്. അപ്പം കിട്ടാത്ത വണ്ടികളിൽ നമുക്ക് എങ്ങനെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി മാർക്കറ്റിൽ ഐ തിങ്ക് സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പൾസ് ജനറേറ്റർ അവൈലബിൾ ആണ്. അപ്പം അവൈലബിൾ ആണെങ്കിലും ഇല്ലെങ്കിലും നമുക്കെല്ലാവർക്കും എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു പൾസ് ജനറേറ്റർ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തെല്ലാം കോമ്പണൻറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതെങ്ങനെയെല്ലാം ഒരു സർക്യൂട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ പൾസ് അത് ജനറേറ്റ് ചെയ്ത് കിട്ടും. അപ്പം ആ പൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ഉപയോഗം കേട്ടോ. ഒന്ന് വന്നിട്ട് നമുക്ക് ഇൻ ടേബിളിൽ വെച്ച് തന്നെ പവർ സ്റ്റിയറിംഗ് ചെക്ക് ചെയ്യാം, ഇസ് ഫങ്ഷനിങ് ഓർ നോട്ട്, അതായത് ഫങ്ഷനിങ് കറക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അതുകൂടാതെ കൊണ്ടൊരു ഉപയോഗം, നമുക്ക് ഏതെങ്കിലും വണ്ടി കംപ്ലൈൻ്റ് ആയി വന്നു, അപ്പം പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇതിൻ്റെ വയറിംഗ് കിറ്റിന് പ്രോബ്ലം ഉണ്ടോ. അതിനൊന്നും വേണ്ട, ജസ്റ്റ് ഇതിലോട്ടൊരു പ്ലസും മൈനസും കൊടുത്ത് അതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡപ്പനെ അറിയാൻ പറ്റും ഇതിൻ്റെ വയറിംഗ് കിറ്റിന് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അപ്പം അറിയാൻ പറ്റും. അപ്പോൾ 2 കാര്യം കൊണ്ട് ഉപയോഗം. ഇനി നമുക്ക് ഇതിൻ്റെ വയറിംഗ് ഒന്ന് ജസ്റ്റ് നോക്കിക്കളാം, എങ്ങനെയാണ് ഇതിൻ്റെ വയറിംഗ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇത് പറഞ്ഞു തന്നതിന് ശേഷം ഇത് പൾസ് ജനറേറ്റർ ഉണ്ടാക്കേണ്ട കോമ്പണൻറ്റുകൾ എന്തെല്ലാമാണ്, അതിൻ്റെ വയറിംഗ് ഡയഗ്രാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നത്. നോക്കൂ, ഇതാണ് ഒരു കോമൺ ആയിട്ട് വരുന്ന, നമുക്കിപ്പം കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു ആൾട്ടോ എല്ലാ വണ്ടിയിലും വരുന്ന കപ്ലർ ഇതാണ്. ഇതിൽ നമുക്ക് ടോട്ടൽ എത്ര ഒയർ വരുമെന്നറിയാമോ? ഇതിൽ നമുക്ക് ടോട്ടൽ 7 ഒയർ വരും. ഓക്കെ, ഇതിൽ 7 ഒയർ വരുന്നതിൽ 1 ഒയർ ഡാറ്റ ഫീഡ്ബാക്കാണ്, അത് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പം അത് എത്രാമത്തെ കളറാണെന്ന് പറഞ്ഞാൽ അത് പല കളറിൽ വരും. അപ്പം നമ്മൾക്ക് ഇങ്ങനെ വെച്ച് നോക്കാം, ഇങ്ങനെ വെച്ച് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബ്ലാക്ക് ഒയർ കിട്ടും, റൈറ്റ് സൈഡിൽ നമുക്ക് ഫസ്റ്റ് നല്ല കട്ടിയുള്ളതാണ് കേട്ടോ, ഒരു ബ്ലാക്കും റെഡ് കൂടെ ഉള്ള കിട്ടും. ഈ ബ്ലാക്കും റെഡ് കൂടെ ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പോസിറ്റീവ് കണക്ഷൻ കൊടുക്കണം ഡയറക്റ്റ്. നമുക്ക് ബ്ലാക്ക് ഒയറിൽ എർത്താണ്, കട്ടിയുള്ള ബ്ലാക്ക് ഒയറിൽ എർത്താണ്. ഈ ബ്ലാക്ക് കൊണ്ട് നേരെ ബാക്കിലായിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ലൈൻ എന്താണെന്ന് വെച്ചാൽ ബ്ലാക്കും വൈറ്റും ഉള്ള ഒരു കണക്ഷനാണ്. ആ കണക്ഷൻ നമ്മൾ ഇഗ്നീഷൻ എന്നുള്ള പ്ലസ് കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ നിങ്ങൾക്ക് ഏത് വണ്ടിയിലായാലും അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ ഏത് കപ്ലറും ഏത് കളറാണ്, പലതിലും പല കളറാണ് വരുന്നത്. അപ്പം അത് നിങ്ങൾ ഫ്രീ ആയിട്ട് വിടുക, അത് ഡേറ്റ ലൈനാണ്, അതൊന്നിനും കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം വരുന്ന ലൈനിലാണ് ഒരു കാപ്പിപ്പൊടി കളർ ലൈനായിരിക്കും അതിനുശേഷം വരുന്നത്. അതിലോട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിൻ RPM പ്രൊഡ്യൂസ് ചെയ്യുന്ന പൾസ് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന മെഷീൻ്റെ ആയാലും കണക്ഷൻ ഇതിലാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം വരുന്നത് നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട ലൈനാണ് അതിനുശേഷം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാമും ഇതിൻ്റെ കോമ്പണൻറ്റുകളും ഏതൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് NE555 എന്ന് പറഞ്ഞാൽ ടൈമർ IC. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് കോമ്പണൻറ്റ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഉപയോഗിക്കുന്ന IC ചിപ്പ്. ഇതൊരു ഡയോഡാണ്. ഈ ഡയോഡിൻ്റെ വാല്യൂ വന്നിട്ട് 4007 ആണ്. ഇത് നമുക്ക് ഈ 4007 തന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ശകലം വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല, നമുക്ക് യൂസ് ചെയ്യാൻ നമ്മളെ സർക്യൂട്ട് പ്രോപ്പർ വർക്കിംഗ് ആയിരിക്കും. ഇതൊരു കപ്പാസിറ്ററാണ്. ഇതിൻ്റെ വാല്യൂ മസ്റ്റ് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇത് 63 വോൾട്ടിൻ്റെ 1 അൾട്രാ ഫാരഡേറ്റിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. ഇതിൽ എപ്പോഴും നമ്മൾ മസ്റ്റ് മൈൻഡിൽ വെച്ചേക്കണം, ഇതിൽ മാറ്റം വരുത്താൻ മാക്സിമം ശ്രമിക്കരുത്. മാക്സിമം ഇത് തന്നെ ഉപയോഗിച്ചേക്കണം.